പാലക്കാട് എലപ്പുള്ളി മദ്യനിർമ്മാണശാലയുടെ പ്രവർത്തനങ്ങൾ തടഞ്ഞ് സമരസമിതി. നിർമ്മാണത്തിന്റെ ആദ്യ ഘട്ടത്തോടനുബന്ധിച്ച് ഭൂമി വൃത്തിയാക്കാനെത്തിയ വാഹനങ്ങളാണ് തടഞ്ഞത്. പ്രതിഷേധത്തെ തുടർന്ന് മണ്ണുമാന്തി യന്ത്രം മടങ്ങി. ഇതിനിടെ കമ്പനി പ്രതിനിധിയെ BJP പ്രവർത്തകർ തടഞ്ഞു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നതിന് ഭാഗമായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇന്ന് അതിരാവിലെ മുതൽ തന്നെ ആരംഭിക്കാനിരുന്നതാണ്. പക്ഷേ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ അണിനിരന്നുകൊണ്ട് ഈ മണ്ണുമാന്തി യന്ത്രം, ട്രാക്ടർ പോലുള്ള വാഹനങ്ങളൊക്കെ തടയുകയുണ്ടായി. തുടർന്ന് ഈ കമ്പനിയുടെ അധികൃതർ, ഒയാസിസ് എന്ന കമ്പനിയുടെ അധികൃതരും ആ വാഹനങ്ങളൊക്കെ ഇവിടെ നിന്ന് മടങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴേതായാലും ഇവിടെ ഒരു സ്ഥിരമായിട്ട് സമരപ്പന്തൽ കെട്ടിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധം തുടരും എന്നുള്ളതാണ് ഈ സമരസമിതി പറയുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ പന്തൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് ഇവർ കടന്നിരിക്കുകയാണ്. അതായത് എപ്പോഴും തങ്ങൾ ഇവിടെ ജാഗരൂകരായിരിക്കും. ഈ കമ്പനിയുടെ ഏതെങ്കിലും വാഹനങ്ങളോ മറ്റോ ഒക്കെ ഇത് കടന്നു പോവുകയാണെങ്കിൽ തടയും. അതിനു വേണ്ടിയിട്ടാണ് സ്ഥിരമായിട്ട് ഇവിടെ ഇനിയിപ്പോൾ ഒരു സമരപ്പന്തൽ കെട്ടിക്കൊണ്ടുള്ള സമരത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് അല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ സമരപ്പന്തൽ കെട്ടി എപ്പോഴും ജാഗരൂകരായിരിക്കും. ഉറപ്പായിട്ടും ജാഗരൂകരായിരിക്കും. കാരണം ഇന്നിപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ, ഇന്നലെ സ്റ്റേഷനിൽ ചോദിച്ചപ്പോൾ പോലും അങ്ങനെ ആർക്കും ഒരു വ്യക്തമുണ്ടായിരുന്നില്ല. പക്ഷേ JCB വന്ന്, അതേപോലെ ട്രാക്ടർ ഉൾപ്പെടെ വന്നിട്ട് പിന്നെ ഇരുട്ടിൻ്റെ മറവിൽ അനധികൃതമായി കയറി നിരത്തി നിർമ്മാണ പ്രവർത്തനം നടത്തി ഇവിടെ മദ്യ കമ്പനി കൊണ്ടുവരാനുള്ള നീക്കമാണ്. നമ്മളെ ഭരണത്തിലും അതിനൊന്നും ഒരു നിയമവും ഒരു പെർമിഷനും ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത്. എന്തായാലും എലപ്പുള്ളിയിലും മണ്ണക്കാടും ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ നേരിടും എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ഇനിയും ഏത് വാഹനം വന്നാലും തടയും. ഇപ്പോൾ അവർ മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇനിയും വരുന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ വീണ്ടും സമരപ്പന്തൽ ഉൾപ്പെടെ കെട്ടാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഏത് വാഹനം വന്നാൽ തടയില്ല. പക്ഷേ ഈ ബ്രൂവറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ഒയാസിസ് കമ്പനിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏത് വാഹനം വന്നാലും ആര് വന്നാലും എലപ്പുള്ളിയിലെ ജനത ഒറ്റക്കെട്ടായി തടയുമെന്നാണ് പറയാനുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ സമരപ്പന്തൽ കെട്ടിയിട്ടുള്ള സമരത്തിലേക്ക് കൂടെ കടക്കുന്നത്. ഇന്ന് മുതൽ ഇവിടെ സമരപ്പന്തലുണ്ടാവും, ജനങ്ങളുണ്ടാകും, ജനകീയ പ്രക്ഷോഭം ഉണ്ടാവും. കാരണം ഈ കമ്പനി ഇപ്പോൾ കോടതി വിധി മറികടന്നുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം അന്തിമ വിധി വന്നുവരെ ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല എന്ന് ഇരിക്കെ അത് മറികടന്നുകൊണ്ട് ചെയ്തുകൊണ്ട് ഇന്ന് മുതൽ ഇവിടെ സമരപ്പന്തലും ജനങ്ങളും ഉണ്ടാവും. ഏതായാലും വീണ്ടും ഒരു സമരപ്പന്തൽ കെട്ടിക്കൊണ്ടുള്ള വലിയ സമരത്തിലേക്കാണ് ഇപ്പോൾ എലപ്പുള്ളിയിൽ ഇവർ കടന്നിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം വലിയ പ്രതിഷേധങ്ങൾ മുൻപും ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രാരംഭ ഘട്ടത്തിലേക്ക് പ്രത്യേകിച്ച് ഈ ഭൂമി അളന്ന് അവിടെ മറ്റ് ഭൂമി നികത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം അതായിരുന്നു ഈ കമ്പനി അധികൃതർ ഉദ്ദേശിച്ചത്. പക്ഷെ അതിനെ തന്നെ ഈ സമരക്കാർ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നുകൊണ്ട് ഇപ്പോൾ ഈ സ്ഥലത്ത് ഇന്ന് അതിരാവിലെ മുതൽ പ്രതിഷേധിച്ചത്. ഇപ്പോൾ ഏതായാലും ആ സമരപ്പന്തൽ ഇവർ അവിടെ ആ ഒരു കാല് നാട്ടി സമരപ്പന്തലിലേക്ക് കടന്നിരിക്കുകയാണ്. സ്ഥിരമായിട്ട് തന്നെ ഈ ഒയാസിസ് മദ്യനിർമ്മാണശാല സർക്കാർ 25ഓളം ഏക്കർ ഭൂമിയിൽ വളരെ ഭൂഗർഭജല നിരപ്പ് അപകടകരമായി തുടരുന്ന ഒരു പ്രദേശത്ത് മഴവെള്ള സംഭരണിയിലൂടെ വെള്ളം കണ്ടെത്തിക്കൊണ്ട് മദ്യനിർമ്മാണശാല ആരംഭിക്കും എന്നൊക്കെ സർക്കാർ വലിയ അവകാശവാദം ഉന്നയിക്കുന്ന പ്രദേശം. ആ പ്രദേശത്ത് ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കുന്നു. കോടതി വിധിയുണ്ടെങ്കിൽ മാത്രമേ ഇനി ഇതിൽ തങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് സമ്മതിക്കുകയുള്ളൂ. ഇനി കോടതിയിലാണ് കേസ് നടക്കുന്നത്. അത് അത്തരത്തിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ളത് തന്നെയാണ് സമരക്കാർ പറയുന്നത്. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ സമരസമിതിയുടെ വലിയ പ്രതിഷേധം നടക്കുന്നു. സമരസമിതിക്ക് പിന്തുണയുമായി BJPയും രംഗത്തെത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിയ തൊഴിലാളികൾ ഈ പ്രതിഷേധത്തെ തുടർന്ന് പിരിഞ്ഞുപോയിരിക്കുകയാണ്. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്.